വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ഡിവൈഎഫ്ഐയുടെ ഉദ്യമത്തിനൊപ്പം ചേർന്ന് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ മാതാപിതാക്കളും ധീരജിന്റെ ഓർമ്മയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച പേഴ്സിലെയും സമ്പാദ്യക്കുടുക്കയിലും പണം പുനരധിവാസത്തിന് കൈമാറി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഏറ്റുവാങ്ങി. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട എസ്എഫ്ഐ പ്രവർത്തകൻ ധീരജിന്റെ ഓർമ്മയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച പേഴ്സിലെയും കുടുക്കയിലെയും പണമാണ് മുണ്ടക്കൈയിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് കൈമാറിയത്. സർവവും നശിച്ചവർക്ക് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകുന്നതറിഞ്ഞാണ് ധീരജിന്റെ സമ്പാദ്യം നൽകാൻ മാതാപിതാക്കൾ സന്നദ്ധരായത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ധീരജിന്റെ പിതാവ് രാജേന്ദ്രനിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. എന്താണ് മറുപടി പറയേണ്ടത് എന്നൊരു സംശയമുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകന്റെ അവശേഷിക്കുന്ന സമ്പാദ്യം പേഴ്സും ഇവിടെയുള്ള ഒരു ചെറിയ ഭണ്ഡാരവും അത് ഡിവൈഎഫ്ഐയുടെ ഈ പദ്ധതിക്ക് വേണ്ടി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സും ഈ സമ്പാദ്യക്കുടുക്കയും ഡിവൈഎഫ്ഐയുടെ വയനാട് റീബിൽഡ് പരിപാടിക്ക് വേണ്ടി തരുന്നു എന്നത് ഞങ്ങൾക്ക് വളരെയേറെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. കാരണം ഞങ്ങളുടെ പദ്ധതിയോട് വിവിധ കോണുകളിൽ നിന്നുള്ള വിവിധങ്ങളായ പ്രതികരണത്തിൽ ഏറെ വൈകാരികമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് കൂടി അതുകൊണ്ടിത് മാറുകയാണ്. ഞങ്ങൾ 25 വീട് മുന്നോട്ട് വെച്ചപ്പോൾ 50-ൽ കൂടുതൽ വീടിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള വമ്പിച്ച രൂപത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളെല്ലാം വയനാട്ടിലെ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനതയ്ക്ക് തുണയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കെ. സന്തോഷ്, ടി. ബാലകൃഷ്ണൻ, ഷിബിൻ കാനായി, ബി. ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.